ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്നവർ തോറ്റിരുന്നുവെങ്കിൽ അവരുടെ കരുത്തിന്റെ മുഖം നിങ്ങൾ കാണുമായിരുന്നു. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ബാലു. അവരാരാണെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾ അറിയരുതെന്നാണ് എന്റെ ആഗ്രഹം. കൂടുതൽ പാചകം അടിക്കുന്ന പാട്ടി. അദ്ദേഹത്തിന് തല്ലരുത്. തല്ലണമെങ്കിൽ എന്നെ തല്ലും. വഞ്ചിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കരണത്ത് നീ അടിച്ചാൽ ഞാൻ എത്ര തവണ നിന്നെ അടിക്കണം? പാവം, പോയി ജീവിച്ചോട്ടെ. മിസ്റ്റർ സെൽവരാജ്, നിങ്ങൾക്ക് പോകാം. സോറി. ശരി മാഡം. നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയെന്ന് കരുതണ്ട. എനിക്കെതിരെ നീ ഗൂഢാലോചന നടത്തിയ നിമിഷം തന്നെ ഞാൻ തോറ്റടാ ബാലു. എന്നുവെച്ച് നീ വിജയിച്ചിട്ടില്ല. ഞാൻ തോറ്റപ്പോ നീയും തോറ്റു. നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാ അമ്മ ഇപ്പൊ ജയിച്ചത്. അത് നിനക്ക് വഴിയേ മനസ്സിലാവും. രാഘു മോനെ, നീയും എനിക്ക് മോനാണല്ലോ. അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടല്ല ഞാൻ വിളിക്കുന്നത്, നിന്റെ അമ്മയായിട്ടാ. എപ്പോഴെങ്കിലും മനസ്സിലായി. ഇത് ഞാൻ നിനക്ക് നേരത്തെ തരേണ്ടതായിരുന്നു. ഞാനേ അല്പം അലംഭാവം കാണിച്ചു. സാരല്ല, ഇപ്പോഴെങ്കിലും തരാനുള്ളത് തന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി എനിക്ക് തിരിച്ചു പോവാം. നേരത്തെ വന്നേക്കണം വീട്ടിൽ. ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയും കറിയുമാണ്. പിന്നെ ഒരു പാൽപ്പായസവും. താങ്ക് യു മിസ്റ്റർ സെൽവരാജ്. വെൽക്കം മാഡം. യു വാണ്ട് എനിത്തിങ്? പണം, കൂടിയ ശമ്പളം? നത്തിങ് മാഡം. ഐ വാണ്ട് ഓൺലി യുവർ ബ്ലെസ്സിങ്സ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ മാഡം. കനവിൽ കണ്ടത് നിജമാവില്ലെന്ന് പറയരുതേ വെറുതെ ഹൃദയമേ. കനവിൽ കണ്ടത് നിജമാവില്ലെന്ന് പറയരുതേ വെറുതെ ഹൃദയമേ. ഇളകുന്ന ദലങ്ങൾ കഥ മറന്നിടരുതേ ഹൃദയമേ. ഇളകുന്ന ദലങ്ങൾ പോലെ നീയാടിയ കഥ മറന്നിടരുതേ ഹൃദയമേ. മായമിതെങ്കിൽ ജാലമിതെങ്കിൽ മായമിതെങ്കിൽ ജാലമിതെങ്കിൽ വാനമതും മായയല്ലേ. ഹൃദയതാളവും പ്രണയതാളവും ഒരു താളമാവതും മായ. എന്തുകൊണ്ടിങ്ങനെ എന്നറിയില്ല, എന്തുകൊണ്ടിങ്ങനെ എന്നറിയില്ല. ഇത് നുണയല്ല, പറയാനൊരു മോഹം നിനക്കായി പാടാനൊരു മോഹം.
എന്താടാ ബാലു, നേരെ എത്ര ആയെന്ന് ഒരു വിചാരവും ഇല്ലേടാ. ഇതുപോലെ നിന്നെ കാത്തിരിക്കാൻ പറ്റുന്ന പ്രായമാണോ എനിക്ക്? അത് പോട്ടെ, ഇങ്ങനെ ഒന്നും തിന്നാതെയും കുടിക്കാതെയും നടക്കേണ്ട പ്രായമാണോ ഇത്? ഈ പ്രായത്തിലല്ലേ മോനെ വല്ലതും സമയത്ത് ആഹാരം കഴിക്കേണ്ടത്? മതി അഭിനയം. എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നതേ വെറുപ്പാ. ബാലു, എന്താടാ ഇത്? ഞാൻ ആലോചിച്ചിട്ട് അമ്മ എന്ന നിലയിൽ നിനക്ക് എന്നോട് വെറുപ്പ് വരാൻ ഒരു കാരണവും കാണുന്നില്ല. ഈ രാത്രിയിലും നിന്നെ കാത്തിരിക്കുന്ന അമ്മയോട് നിനക്ക് എന്തിനാ വെറുപ്പ്? ദേ, പിന്നെ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചിലപ്പോൾ വെറുപ്പ് തോന്നാം. കാരണം നിന്റെ പ്ലാൻ തെറ്റിച്ചത് ഞാനാണല്ലോ. പക്ഷേ ബാലു, ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ. ഓഫീസിലെ മാനേജിംഗ് ഡയറക്ടറെ ദാ ആ ഗേറ്റിൻ്റെ പടിയിലെത്തുമ്പോൾ മറക്കണം. ഇവിടെ ഞാൻ അമ്മയാണ്, അമ്മ മാത്രം. നിങ്ങൾ എൻ്റെ അമ്മയല്ല. അല്ല, നിങ്ങൾ എങ്ങനെ എൻ്റെ അമ്മയാകും? വളർത്തിയത് കൊണ്ട് മാത്രം അമ്മയാകുമോ? അമ്മയാകണമെങ്കിൽ കുഞ്ഞിനെ വയറ്റി ചുമക്കണം, നൊന്ത് പ്രസവിക്കണം, എന്നാലേ അമ്മയാകൂ. എന്നാലേ എൻ്റെ മകൻ എന്ന തോന്നലുണ്ടാവും. നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് എനിക്കിപ്പം നന്നായിട്ടറിയാം. ഇംഗ്ലണ്ടില് വലിയ പണക്കാരുടെ വീട്ടില് വെറ്റ്നേഴ്സുമാരുണ്ട്. അവർക്ക് അവർ ശമ്പളം കൊടുക്കും കുഞ്ഞിന് പാല് കൊടുക്കാൻ. വെറ്റ്നേഴ്സിന് കുഞ്ഞുങ്ങളോട് അടുപ്പം കാണില്ല. അവര് പാല് കൊടുക്കും, കൂലി വാങ്ങും, പോവും. അതുപോലൊരു വെറ്റ്നേഴ്സ് മാത്രമാണ് നിങ്ങളെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. മേലിൽ അമ്മ എന്ന പദം ഈ വീട്ടിൽ ഉച്ചരിക്കരുത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? പാല് തന്നാ പോരാ, കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കണമല്ലേ? ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പോ നീ 3 മാസം പ്രായമുള്ള കുഞ്ഞ്, 10 മാസം ചുമന്ന് പ്രസവിച്ച സ്ത്രീയെ അവിടെ എങ്ങും കണ്ടില്ല. പഴയ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന് നിന്റെ അച്ഛൻ പറഞ്ഞറിഞ്ഞതേ ഉള്ളൂ. അവരിപ്പോ ഈ റോഡിലോ മറ്റോ റെയിൽവേ ക്വാർട്ടേഴ്സിൽ കാണും. മതം മാറി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. ചെല്ലടാ, നീ പറഞ്ഞതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നോക്ക്. ഡാ, ഞാൻ 10 മാസമല്ലടാ, കഴിഞ്ഞ 30 വർഷമായി നിന്നെ ചുമക്കുന്നു. ദേ, ഗർഭപാത്രത്തിൽ ചുമന്നില്ലെന്നേ ഉള്ളൂ, എൻ്റെ ഹൃദയത്തിൽ ചുമക്കുന്നു, എൻ്റെ ജീവിതം മുഴുവനും ചുമക്കുന്നു. അതിന് കൂലി തരാൻ മാത്രം പണം ഈ ബാലസുബ്രഹ്മണ്യത്തിന് ഇല്ല മോനെ. വകതിരുവേട് പറയാതെ മര്യാദക്ക് എൻ്റെ കൂടെ വാ, വന്ന് വല്ലതും കഴിക്ക്. മാറിക്ക്. എന്റെ അച്ഛന്റെ സമ്പാദ്യം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം സ്നേഹം അഭിനയിച്ചു കൂടെ നിന്ന വഞ്ചകിയാ നിങ്ങളെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. 30 വർഷം ഞാനാ നിങ്ങളെ ചുമന്നത്, വിഡ്ഢിയായ ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ട അമ്മയെ തിരിച്ചു കിട്ടിയെന്ന ധാരണയിൽ ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ കരുതി. അതിന് ദൈവം തന്ന ശിക്ഷയായത്. എനിക്ക് നിങ്ങളെ കാണണ്ട. ഈ വീട് എന്റെയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മകനും നിങ്ങളുടെ മകന്റെ തന്ത ഉണ്ടാക്കി കൊടുത്ത വീടുണ്ടല്ലോ, അങ്ങോട്ട് പൊക്കോണം. ഇവിടെ കണ്ടുപോരുത് രണ്ടിനെയും. എന്റെ അച്ഛൻ തന്ന പണമാണ് ഈ കമ്പനിക്ക് ആധാരം. അതുകൊണ്ട് എന്റെ സ്വന്തമാണ് ഈ കമ്പനി. നീ പോടാ പൈത്യക്കാരാ. ഇതാരെങ്കിലും കേട്ടാലേ നിന്നെ കവളമടൽ വെട്ടി തല്ലും. അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയത് പോലും. അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, പക്ഷേ മനസ്സിന് ശക്തിയില്ലാത്തവൻ, പാവത്താൻ. എനിക്ക് അഭയം തന്നു. കൈക്കുഞ്ഞായ നിന്നെ എൻ്റെ കയ്യിൽ തരുമ്പോൾ അദ്ദേഹം ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ തനിയെ നടക്കാറാക്കണമെന്ന്. അല്ലാതെ നിന്നെ വളർത്തണമെന്നോ സ്നേഹിക്കണമെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഉപേക്ഷിച്ച് കളയാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ നോട്ടക്കാരനായിട്ട് നിന്നെ വളർത്താമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അതിൻ്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ബാലു, ഞാനൊരു കാര്യം പറയട്ടെ. തമ്മിൽ കണക്ക് പറയുന്നത് ഒരു ബന്ധത്തിന് നല്ലതല്ല. അമ്മയും മകനും തമ്മിലായാലും ഭാര്യയും ഭർത്താവും തമ്മിലായാലും. നിന്നെ ഞാൻ വളർത്തിയത് നിന്റെ അച്ഛൻ്റെ ആ കൊച്ചു തൊഴിൽ കണ്ടിട്ടല്ല. നിനക്ക് ഞാൻ പാല് തന്നത് കൂലിക്കുമല്ല. കയ്യിലെടുക്കുമ്പോൾ അന്ന് നീ കരച്ചിൽ നിർത്തി അമ്മേന്ന് വിങ്ങുമായിരുന്നു. മടിയിൽ കിടത്തി കുറുക്ക് തരുമ്പോൾ കുഞ്ഞ് കൈനീട്ടി എൻ്റെ കവിളിൽ തലോടുമായിരുന്നു. മോനേന്ന് വിളിക്കുമ്പോൾ നിന്റെ ചുണ്ടിൽ ഒരു മകൻ്റെ ചിരി വിടരുമായിരുന്നു.
ഒരു സ്ത്രീക്ക് അതൊക്കെ മതിയടാ കൂലി. അതാ നീ എനിക്ക് തന്ന കൂലി. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ പഞ്ചാര വർത്താനം. എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഈ കാശൊക്കെ? എന്താടാ എന്താടാ നോക്കി പഠിപ്പിക്കുന്നേ? നാണം കേട്ടവനെ. എന്റെ വക തിന്നു മുടിച്ചിവിടെ കഴിയാൻ നിനക്ക് നിന്റെ അമ്മയ്ക്ക് നാണമില്ലല്ലോ. ബാലു, എന്നിട്ടും പോരാതെ നിന്റെ അമ്മയ്ക്ക് എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാനും തൊലിക്കെട്ടിട്ടല്ലോ. പോട്ടൻ നിൽക്കുന്ന നിപ്പുണ്ടോ? ഒന്നിനും കൊള്ളാതെ ഇവിടുത്തെ എച്ചില് നിന്ന് വളർന്നിട്ട് നിനക്ക് കിട്ടിയ സ്വത്ത് ഭാഗം വെച്ചപ്പോ ഒരു വാക്ക് പറയാൻ തോന്നിയടാ എന്നോട്. നന്ദി കേട്ട നായ. എടാ എങ്ങനെ ഉണ്ടാക്കിയടാ നിന്റെ അമ്മ ഈ പൈസ ഒക്കെ? എന്റെ അച്ഛൻ കൊടുത്തല്ലെങ്കിൽ പിഴച്ചുണ്ടാക്കിയോ? ഹ, നിന്റെ തന്ത ആരാന്ന് നിശ്ചയമില്ലാത്തോണ്ടാണോ എങ്ങാണ്ടൊരുത്തൻ ചത്തെന്ന് കേട്ടപ്പോ അമ്മയും മോനും കൂടെ അവകാശം ഉണ്ടാക്കാൻ ചാടി പുറപ്പെട്ടത്? ബാലു, നാ വടക്കടാ. നിന്നെ വേണ്ട. എടാ, ദൈവം പൊറുക്കൂല്ലടാ ഈ മിണ്ടാ പ്രാണിയോട് ഇങ്ങനെ ചെയ്തതിന്. നോക്കിക്കോ, ഇതിന് നീ ഒരു കാലത്ത് പശ്ചാത്തപിക്കും. പെറ്റമ്മയുടെ ഉയരടാ ഈ പറയുന്നത്. ഓ അത് ശരി. അപ്പൊ സ്വന്തം മകനെ തൊട്ടാൻ നിങ്ങൾക്ക് നോവല്ലേ? ഞാൻ എന്തൊരു ഫൂൾ. എനിക്കിത് വരണം. ബാലു, വേണ്ട മോനെ, അവൻ അറിയാതെ ചെയ്തതാ. സാരല്ല, എന്റെ മകനെഴുത്. ഏതോ നാട്ടിൽ നിന്ന് നിക്കക്കള്ളിയില്ലാതെ ആങ്ങളയുടെ വീട് തേടി വന്ന ആ പഴയ സുശീല അല്ല നിങ്ങളിപ്പോ. ഈ വീടിന്റെയും ഇതിനോട് ചേർന്നുള്ള സ്വത്തിന്റെയും ഉടമസ്ഥയാണ് നിങ്ങൾ. അതുകൊണ്ട് സുശീല കുറച്ചുകൂടെ ധൈര്യവും തന്റെ ഇടവുമൊക്കെ കാണിക്കണം. എന്തൊക്കെയായാലും ക്രിമിനൽ കേസല്ലേ. എനിക്ക് ജാമ്യം കിട്ടിയെന്നല്ലാതെ കേസ് തീർന്നിട്ടില്ലല്ലോ. തന്നെയുമല്ല, ആ കടമുറികളിലൊന്ന് വാടകയ്ക്കെടുത്തിരിക്കുന്ന ഒരാൾ വല്ലാതെ ശല്യം ചെയ്യുന്നു. വാടക തന്നില്ലെന്ന് മാത്രമല്ല, സ്ഥലത്തെപ്പറ്റി കുറ്റം പറയുകയും ചെയ്യുന്നു. വാടക പിരിക്കാൻ ആളെ വിട്ടാൽ അവരെ ഭയപ്പെടുത്തി തിരിച്ചയക്കും. എന്തുകൊണ്ടാ അവൻ അങ്ങനെ പെരുമാറുന്നത്? സ്ഥലത്തിന്റെ ഉടമസ്ഥയായ സുശീലയ്ക്ക് തന്റെ ഇടമില്ലെന്ന് അവന് ബോധ്യമായി. ഈ മാസം വാടക പിരിക്കാൻ പോയത് ഞാനാ. എന്നെ അയാൾ പേടിപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാൻ പേടിച്ചില്ല. വാടക തന്നാ മാത്രം പോരാ, കൂട്ടിത്തരണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഒന്ന് വരട്ടാൻ അയാൾ ശ്രമിച്ചു. 1 മാസത്തിനകം വാടക തന്നില്ലെങ്കിൽ കടയിലെ എല്ലാ സാധനങ്ങളും വരച്ച് റോഡിലെറിയൊന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. കണ്ടോ, അമ്മയ്ക്കില്ലാത്ത ധൈര്യം മകൾക്കുണ്ട്. ഏതായാലും ആ കുഴപ്പക്കാരനെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. നിയമപരമായ നടപടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ പരമേശ്വരനെ തല്ലിയ കേസിന്റെ കാര്യം? പരമേശ്വരനെ വീണ്ടും സുശീലയുടെ അടുത്തേക്ക് അയച്ചത് നിങ്ങളുടെ ബന്ധു കൂടിയായ രാജഗോപാലാണല്ലോ. പിന്നെ പരമേശ്വരൻ മരിച്ചതുമില്ലല്ലോ. അതേസമയം പ്രകൃതിയുടെ നീതി നടപ്പാവുകയും ചെയ്തു. അയാള് ഹാൻഡിക്യാപ്ഡായി. മാത്രവുമല്ല, ശരീരത്തിന്റെ ചലനശേഷി കുറെയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോ വീൽ ചെയറിലാ ഇരിപ്പ് എന്നാ കേട്ടത്. വിഷപ്പല്ല് പോയ പാമ്പിനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അക്രമം നടന്നത് അയാളുടെ ഓഫീസിൽ വെച്ചാണെങ്കിലും ദുർബലയായ ഒരു സ്ത്രീയാണ് സുശീല എന്നുള്ളത് കൊണ്ട് കേസ് പരമേശ്വരനെതിരെ തിരിച്ചുവിടാൻ എനിക്ക് നിഷ്പ്രയാസം സാധിച്ചു. ഇതിനിടെ രാജഗോപാലും പരമേശ്വരനും തമ്മിൽ പിണങ്ങിയെന്നും കേട്ടു. അതും നന്നായി. കരുത്തില്ലാത്ത ചട്ടമ്പിയെ ആരെങ്കിലും കൂടെ കൊണ്ട് നടക്കുമോ? എങ്കിലും കേസിന്റെ അവധി അടുത്തു വരുന്തോറും എന്റെ മനസ്സിൽ ആദിയാണ്. വക്കീൽ സാർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്തിനാണ് വെറുതെ ഈ ആദി? വിശാലാക്ഷി അമ്മാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ബാലുവിന്റെ വക്കീലും FIR തയ്യാറാക്കിയ ഇൻസ്പെക്ടറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അതും സുശീലയ്ക്ക് സഹായകരമായി. അതുകൊണ്ട് സുശീലയെ വെറുതെ വിടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കയ്യിൽ കിട്ടിയ സ്വത്ത് വേണ്ട വിധത്തിൽ നോക്കി നടത്താൻ ആവശ്യമായ കഴിവ് സമ്പാദിക്കുക, അതാണ് സുശീല ഇപ്പൊ ചെയ്യേണ്ടത്. പിന്നെ സുഭദ്രമോളുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും മോളും ശ്രദ്ധ വയ്ക്കണം. നിയമപരമായ എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടുതന്നേര്. പിന്നെ വീട്ടുകാര്യം അത് നിങ്ങൾ അമ്മയും മോളും കൂടെ നോക്കിക്കൊള്ളണം. ശരി, എന്നാ പിന്നെ
ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ഗുഡ് മോർണിംഗ് ബാലു. ബാലു, അല്ല ഇവൻ എവിടെ പോയി? കോഫി കുടിച്ചില്ല? കുമുദാ, இந்த കോഫി ആറിപ്പോച്ചു, വേറെ കോഫി കൊണ്ടുവാ. ബാലു എഴുന്നേറ്റില്ലേ? ഇവനെന്താ രാത്രി എന്നെയും വഴക്ക് പറഞ്ഞു ഉറങ്ങാതെ കിടന്നോ? ആ ത്യാഗമാണ് ഇവനെ ചീത്താക്കുന്നത്. ഈശ്വര, എൻ്റെ മോനെ കാത്തോണ്ണേ, അവന് നല്ല ബുദ്ധി കൊടുക്കണേ. പാവം കിടക്കുന്ന കിടപ്പ് കണ്ടോ? ബാലു മോനെ, എന്നടാ ഇത്? രാവിലെ എഴുന്നേറ്റ് ഓഫീസിലൊക്കെ പോണ്ടേ? എഴുന്നേക്ക്, എഴുക്ക്. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. മുരുക, മുരുക, ശീഘ്രമാവാ. ബാലു മോനെ, എവിടെ പോയിരുന്നടാ നീ? വന്നു വന്ന് നിനക്ക് ചെവിയും കേൾക്കാതായോ? ബാലുവണ്ണന് തീരെ വയ്യ, തൊട്ട പൊള്ളുന്നു. എന്നോട് ഇന്നലെ അത്രയും വഴക്കിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൻ എന്തോ അസുഖം ഉണ്ടായിട്ടാണെന്ന്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പാവത്തിന്. പിന്നെ പിടിയും വലിയും എല്ലാം കൂടെ പനിച്ചതാ. ചെന്ന് ഡ്രൈവറോട് പറ കാറിറക്കാൻ, നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ചെല്ല്, വേഗം ചെല്ല്. മോനെ ബാലു, ഈശ്വര എന്റെ കുഞ്ഞിനെ കാത്തോണേ. ഇവന് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ വഴക്കിട്ടോണ്ട് നടക്കാൻ? ഒരു ദിവസം പോലും സമയത്ത് ആഹാരം കഴിക്കില്ല. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ഓടി നടക്കുന്നത്? സമയത്ത് ആഹാരവും കഴിച്ച് അവനോന് ആവശ്യമുള്ള ജോലിയും ചെയ്ത് ഒരു വശത്തിരുന്നൂടെ? അല്ലെങ്കിൽ നിന്റെ പ്രായക്കാരുടെ വല്ല സിനിമയ്ക്ക് പോവുകയോ ടൂറ് പോവോ എന്തെങ്കിലും ചെയ്തൂടെ? ഇതൊന്നും ചെയ്യില്ല. ജോലി, കമ്പനി, പണം. ഹോ, ഇത് തന്നെയാ ഇവൻ എപ്പോഴും മനസ്സിൽ. മോനെ ബാലു, എഴുന്നേക്കടാ. മോനെ വാ, നമുക്ക് ഡോക്ടറിനെ കാണാൻ പോവാം. വാ, എഴുന്നേക്കട. വിടാൻ. Don't disturb. വിടാൻ. Don't disturb us.